നല്ല ഐശ്വര്യമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മൾ വിഷുവാണ്. വിഷു ആഘോഷത്തിനായിട്ട് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുക കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പല്ലിയറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ വീട്. അമ്മയും അച്ഛയും ഉണ്ണേട്ടൻ്റെ അമ്മയും അച്ഛയും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഇന്നലെ തന്നെ വന്നു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇവിടെയായിരുന്നു, പടക്കം പൊട്ടിക്കലും. അപ്പോൾ അണ്ണനും ശ്രീകുട്ടി വന്നിട്ടുണ്ട്, എൻ്റെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ പഞ്ചാബിലാണ്, ഒരു മാസം ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, എല്ലാവർക്കും കൂടി ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓണവും ഒന്നാം ഓണം അവിടെയാണെങ്കിൽ രണ്ടാം ഓണവും മൂന്നാം ഓണമൊക്കെ ഇവിടെ ആയിരിക്കും. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കില്ല, കുടുംബം എല്ലാവരും കൂടെ ഒരു വീട്ടിൽ തന്നെ ഒത്തുകൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിഷുവിനായിട്ടുള്ള തീയലും പുളിയിഞ്ചിയൊക്കെ തലേദിവസം തന്നെ വെച്ച് വെക്കാറുണ്ട്. തീയൽ മാത്രമേ വെക്കാനായിട്ട് പറ്റുള്ളൂ, പുളിയിഞ്ചിയൊക്കെ വെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഞ്ഞിന് ചെറിയ പനിയൊക്കെ ആയിട്ടൊന്നും പറ്റിയില്ല. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണിക്കൊന്ന പൂ പറിച്ച എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ഉറക്കുക കേട്ടോ. ഏകാശ്രീ ശരത്ത് എന്നാണ് നമ്മുടെ അണ്ണൻ്റെ കുഞ്ഞിൻ്റെ പേര്, ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ പേര്. യാമി എന്നാട്ടോ വിളിക്കുന്നത്. തനിക്കുഞ്ഞ് നല്ല ഉറക്കമാണ്. അവരൊക്കെ കാണിച്ചു തരാം വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. എല്ലാവരും ഓരോ പണികളിലൊക്കെ ആയിട്ട് നിൽക്കുവാണ്. തേങ്ങ ചിരണ്ടലും അവിയൽ വെക്കലും പിന്നെ ചെറിയ കറികൾ, ഇപ്പം തോരൻ, അങ്ങനത്തെ പരിപ്പ്, അതൊക്കെ വല്യമ്മയാട്ടോ വെക്കുന്നത്. എല്ലാവരും അടുത്തടുത്തുണ്ട്. അപ്പം സദ്യയൊക്കെ വെക്കുന്ന സമയത്ത് കുറേശ്ശെ എല്ലാ വീട്ടിലും വെക്കുകയാണെങ്കിൽ നമ്മുടെ പണിയും കുറയും, നമുക്ക് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ആഘോഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പടക്കമൊക്കെ പിടിച്ച് രാത്രി ഇപ്പോൾ കണിയൊക്കെ ഒരുക്കി രാവിലെ കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോയോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നമ്മൾ വിഷു ഒക്കെ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആഘോഷിക്കുന്ന ഓണമാണ്. ഓണത്തിൻ്റെ സദ്യയോടെ കഴിയുകയില്ല, അവിടെ തുടങ്ങുകയാണ്. പിന്നെ നമ്മുടെ ക്ലബ്ബത്തെ പരിപാടിയൊക്കെ ആയിട്ട് നല്ലൊരു ആഘോഷമായിരിക്കും കേട്ടോ. വടംവലി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ വിഷു നമ്മളിപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടെ കഴിയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വർഷം നമുക്ക് അച്ഛനും അമ്മേനെ കൊണ്ട് നമുക്ക് ഇതുവരെ എവിടെയും പോകാനായിട്ട് പറ്റിയില്ല, എവിടെയും പോകാനായിട്ട് പറ്റില്ല കേട്ടോ. ഇവരൊക്കെ ഒരു ടൂറ് പോയതെന്ന് പറയണത്, ടൂറായിട്ട് പോയേക്കുന്നത് പണ്ട് ഞാനൊക്കെ എനിക്കൊരു 3 വയസ്സ് 4 വയസ്സ് എങ്ങാണ്ട് ഉള്ളപ്പോഴാട്ടോ. അത് കഴിഞ്ഞ് വല്ല അമ്പലങ്ങളിലൊക്കെ പോകാമെന്നല്ലാതെ ഇതുവരെ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇവരെയൊക്കെ കൂട്ടി അമ്മേനെയും അച്ഛന്മാരെയൊക്കെ കൂട്ടി നമുക്ക് ഊട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. അണ്ണനൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഊട്ടിക്ക്. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, നമ്മൾ മഞ്ചൂർ വഴി പോകാമെന്ന് കേട്ടോ വിചാരിച്ചത്. മഞ്ചൂർ അത് അടച്ചിട്ടേക്കോ, ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അടിപൊളി സ്ഥലം കേട്ടോ, കാണണമെങ്കിൽ അതുവഴി പോകണം. എന്നാലും ഊട്ടിയുടെ ശരിക്കും നമ്മൾ അട്ടപ്പാടി വഴി ഊട്ടിക്ക് പോകുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. പക്ഷേ കുറേ നാളായിട്ട് ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുവഴി പോകാമെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഉത്സവമായിട്ടാട്ടോ വിടുന്നത്. അമ്പലത്തിലോട്ട് പോകുന്നവരെ മാത്രമേ വിടുകയുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ വിടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് ദൂരം തിരിച്ച് വന്ന് പിന്നെ വേറെ വഴി കൂടെ ഒക്കെ പോകേണ്ടി വരും. ഞങ്ങൾ എന്തായാലും ആ വഴി ക്യാൻസൽ ചെയ്ത് നമുക്ക് ഈ വഴി പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ സദ്യ ഒരുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ അധികമൊന്നുമില്ല കേട്ടോ. സാമ്പാറും അവിയലും ചോറ് പിന്നെ എന്തൊക്കെയോ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ മമ്മി വല്യമ്മ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെയും പോയി നോക്കാം, വല്യമ്മ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നോക്കാം കേട്ടോ. അഥവാ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ തീയൽ വെച്ചൊക്കെ എല്ലാവരും കണ്ടിട്ട് പോയോ കേട്ടോ. വിഷുവിന് വേണ്ട കൊന്നപ്പൂ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ പറിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഈ മരം നിറയെ കൊന്നപ്പൂ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് റോഡ് സൈഡിലുള്ള മരമാണ്. പക്ഷെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് മരം മൊട്ടയാവും. ഇപ്പം ഇതിൽ കൊന്നപ്പൂ നിറഞ്ഞു നിൽക്കുക കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് നേരത്തെ തന്നെ കൊഴിഞ്ഞു പോകും, വിഷു ആവുന്നവരെ ഒന്നും കിട്ടത്തില്ലെന്ന്. പക്ഷെ നിറയെ കൊന്നപ്പൂ ഉണ്ട്. ഇപ്പോൾ ഏണിയൊക്കെ വെച്ചിട്ട് കയറുക കേട്ടോ. വിഷുവിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അത്ര നാൾ മുന്നേ തന്നെ പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ നമ്മൾ പറിക്കുന്ന പൂക്കളിൽ തന്നെ താഴെ മുട്ടുള്ള പൂക്കൾ മാത്രമായിട്ടാണ് ഞാൻ നോക്കി പറിക്കുന്നത്. കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. ഒരുപാട് പൂക്കൾ നേരത്തെ തന്നെ ഫുള്ളായിട്ട് വിരിഞ്ഞ് കുറേ കൊഴിഞ്ഞ് പോയതും താഴെ ഫുള്ള് പൂക്കളുമാണ് കേട്ടോ. ഇനി നല്ല ഭംഗിയൊക്കെ ഉള്ള പൂക്കൾ നോക്കി പറിച്ചെടുക്കുവാണ്. നമ്മുടെ വീട്ടിലോട്ടും വേണം, പിന്നെ ചേച്ചിയുടെ അങ്ങോട്ടും വല്യമ്മയുടെ അങ്ങോട്ടൊക്കെ പൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് കൊണ്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. പറിച്ചെടുക്കുമ്പോൾ തന്നെ ഒരുപാട് പൂ കൊഴിഞ്ഞും പോകുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട അത്രയും പൂ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടേ കൂടുതലുണ്ട്. നമ്മളിനി റൂമിൻ്റെ ഉള്ളിൽ ചൂടൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലും കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് വെക്കണം കേട്ടോ. വാടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്, നാളെ രാവിലെ വരെ വേണ്ടതല്ലേ. നമ്മൾ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ പൂവ്. നമുക്കിനി വിഷുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തീയലൊക്കെ തന്നെ വെച്ച് വെക്കാം കേട്ടോ. ഓണം വിഷുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ വെച്ച് വെക്കാറുണ്ട്, തീയൽ പുളിയിഞ്ചികളൊക്കെ. പിന്നെ ഉള്ളി പൊളിച്ചെടുക്കട്ടെ കേട്ടോ തീയൽ വെക്കാനായിട്ട്. നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉള്ളിത്തീയലും ഇഞ്ചിക്കറിയൊക്കെ വെച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇഞ്ചിപ്പുള്ളിയൊക്കെ വെച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഉള്ളിത്തീയൽ ഈ വർഷം നമ്മൾ നേരത്തെ വെച്ച് വെക്കാമെന്ന് വെച്ചോട്ടോ. ഈ ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കുന്നത് ഇച്ചിരി വലിയ പണിയല്ലേ, അപ്പോൾ തന്നെ ഇത് കേടും വരത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കും. ഉള്ളിത്തീയൽ വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാവേ. തേങ്ങ ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കട്ടെ. ഇനി
ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ച് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് നല്ല വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. ഞാൻ മിക്സിയിലായിട്ട് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഇതിൽ എണ്ണ പിരിഞ്ഞ് ആ എണ്ണയിൽ ഇങ്ങനെ അരഞ്ഞു വരണം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ആ തേങ്ങയുടെ ഒരു എണ്ണയില്ലേ, ആ ഒരു എണ്ണയിൽ തന്നെയാണ് അത് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. ഇത് ഉള്ളിത്തീയിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ ആവശ്യത്തിന് പുളിയൊക്കെ ഒഴിച്ച്, എന്തായാലും ഇത് കുറച്ചുകൂടി കുറുകുവേ. ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ ഒരു പാകത്തിനാണ്. നമുക്കിനി ഇങ്ങനെ ഇറക്കി വെക്കാവേ. ഇത്തിരി എണ്ണ അധികമായിപ്പോയി, പിന്നെ ഒന്ന് അടി പിടിച്ച് ഇരുമ്പ് ചട്ടി ആയപ്പോഴേ പെട്ടെന്ന് തീയും കൂടി അടി പിടിച്ച് പോയിച്ച, പക്ഷേ ഇച്ചിരി അധികമായിപ്പോയി എണ്ണ. ഇനി ഇറക്കി വെക്കാവേ. അയ്യോ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് കൊള്ളാട്ടോ. തീ പിടിക്കും. എല്ലാ വർഷവും നമ്മൾ വിഷുവിന് ഒരുപാട് പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛന് പറ്റുന്ന പോലെ കുറച്ച് പടക്കം കൊണ്ടുവന്ന് എല്ലാ വർഷവും പൊട്ടിക്കാറുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം വളർന്ന് വലുതായപ്പോൾ നമ്മളിപ്പോൾ പടക്കം കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിയിട്ട് വരും. അത് നല്ല വിലക്കുറവിൽ ഒരുപാട് പടക്കം കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നമുക്കാണെങ്കിലും ഇപ്പോഴും പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പടക്കം മാത്രമല്ല, അങ്ങനെ പൂത്തിരി, കമ്പിത്തിരി അതൊക്കെ കാണുമ്പോഴല്ലേ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനത്തെയാണ് കൂടുതലായിട്ട് വാങ്ങിയിരിക്കുന്നത്. കോയമ്പത്തൂർ പോവുകയാണെങ്കിൽ നമുക്കിവിടെയൊക്കെ കൊടുക്കണതിൻ്റെ പകുതി പോലും പൈസ ആവില്ല കേട്ടോ പടക്കങ്ങൾക്കൊന്നും. ഉണ്ണേട്ടൻ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയിട്ട് വന്നായിരുന്നു. യാമിക്കുഞ്ഞിന് മാത്രം പടക്കത്തിന് അല്ലെങ്കിൽ ലൈറ്റ് കാണും ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ആൾ. പക്ഷേ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചായിട്ടിരിക്കണത്. അപ്പോൾ നമ്മളിതാ പല്ലിയറ വീട്ടിൽ വന്നു. നമ്മളിനി കണി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് അരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. നമുക്ക് വെറ്റില അടയ്ക്കാൻ മാത്രം കിട്ടിയില്ല കേട്ടോ. ബാക്കിയെല്ലാം ഒരുവിധ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അത് മാത്രം കിട്ടിയില്ല. അത് ഉണ്ണേട്ടൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ രാത്രി ആയപ്പോൾ സംഘടിപ്പിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. നമ്മൾ പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തിരക്കിലായിരുന്നു. നമുക്കിതാ കണി വെക്കാം. നമ്മളിതാ കൃഷ്ണനെ വെക്കുകയാണ് കേട്ടോ. നമുക്ക് ഉരുളി സാധാ ഉരുളിയേ ഉള്ളൂ, ഓട്ടുരുളി ഒന്നും ഇല്ല കേട്ടോ. നിനക്ക് നല്ല വിലയുള്ള ഉരുളിയല്ലേ, എപ്പോഴും വിചാരിക്കട്ടെ അതുപോലെ ഒരു ഉരുളി വാങ്ങണം നമുക്ക് കണി വെക്കാനായിട്ട്. ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്തതാണെങ്കിൽ ചെറിയ ഉരുളി വാങ്ങണമെന്നുണ്ട്. പക്ഷെ ഇതുവരെ സാധിച്ചില്ല. ഇനി എപ്പോഴെങ്കിലും ഒരു ഉരുളി വാങ്ങണം. അതുപോലത്തെ സാധാ ഉരുളിയിലായിട്ട് നമ്മൾ വെക്കുന്നത്. കൃഷ്ണനെ വെച്ചു. നമുക്കിനി പുറകിലായിട്ട് നമ്മൾ കൊന്നപ്പൂ വെക്കാം. നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ വാങ്ങിയതായ എല്ലാ പഴങ്ങളും കൂടെ ഒരു കുഞ്ഞു ഉരുളിയിലായിട്ട് എടുത്തു കേട്ടോ.
ഈ ഒരു വിടർത്തി വെക്കുന്ന ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. ഏട്ടനൊക്കെ പോയപ്പോൾ അവർ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഒരു ചെറിയൊരു വാൽക്കണ്ണാടിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണിക്കൊന്ന പൂ, കൃഷ്ണൻ, പിന്നെ നമ്മൾ ഫ്രൂട്ട്സ്, കണിവെള്ളരി, പിന്നെ ഈ വിടർത്തി വെക്കുന്നത്, പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വാൽക്കണ്ണാടി, പിന്നെ വിളക്കും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വിളക്ക് വെക്കും കേട്ടോ. തിരി കത്തിച്ച് വിളക്ക് വെക്കാറുണ്ട്. നമ്മളിനി ഇതിലോട്ട് നെല്ലിടുവാണ് കേട്ടോ. ഒരു കുഞ്ഞൊരു പറയുണ്ട്, ആ പറയിലോട്ട് കേട്ടോ നെല്ലിടുന്നത്. നമ്മൾ കണി വെച്ചു കേട്ടോ. എന്നാൽ നമ്മളെല്ലാം ഒരുവിധം നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നന്നായിട്ട് എത്ര നന്നാക്കി വെക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. വെറ്റില ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾ സെറ്റ് ഇത് അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് അങ്ങനെ കാണില്ല. പിന്നെ കുറച്ച് മയിൽപ്പീലിയും, പിന്നെ നമ്മൾ നെല്ല്, പഴങ്ങൾ, കുറച്ച് പൂക്കൾ, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ വിളക്കിൽ 5 തിരിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചന്ദനവും കുങ്കുമവും, പിന്നെ പുതിയ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ കണി റെഡി ആയിട്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് കണി കാണും കേട്ടോ രാവിലെ. അപ്പോൾ നമ്മൾ കണി ഇതവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ വന്ന് നമുക്കിനി വിളക്ക് വെച്ച് കണി കണ്ടാൽ മതി. രാവിലെ എഴുന്നേൽക്കുന്ന അമ്മയായിരിക്കും. അപ്പോൾ അമ്മ എന്തായാലും കണി വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ വിളിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ കിടക്കാനായിട്ട് പോവുകയാണ്. സമയം ഒരുപാട് വൈകിട്ടുണ്ട്. കിടന്ന് മാക്സിമം നേരത്തെ എഴുന്നേൽക്കണം വിചാരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു കേട്ടോ. വിളക്കൊക്കെ വെച്ച് അമ്മ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണി കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ വന്നാൽ കേട്ടോ കണി കാണാനായിട്ട്. രാവിലെ ഞാൻ കണി കണ്ടാണേ. കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല, ഉണ്ണേട്ടനും ശ്രീക്കുട്ടിയൊക്കെ എഴുന്നേറ്റ് എല്ലാവരും കണി കണ്ടു. നമ്മുടെ കണി ഇപ്പം ഇങ്ങനെ കേട്ടോ, ഒരു ചെറിയൊരു വെളിച്ചത്തിൽ രാവിലത്തെ ഇത് കാണുന്നത് ഇങ്ങനെയാണേ. അപ്പോൾ ഇനി പോയിട്ട് കുളിക്കട്ടെ. കുളിച്ചില്ല, അമ്മ അവിടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സാമ്പാറിന് അവിയലിനൊക്കെ അരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ശ്രീക്കുട്ടിയൊന്നും കുളിച്ചില്ല. ഞങ്ങൾ ഇനി പോയി കുളിക്കട്ടെ. ഇനി അതാ പൈസ എടുക്കണം. പാത്തിക്ക് വന്നാ ഷാമി പാത്തിച്ചോ, ഇതൊന്ന് പാത്തിച്ചോ. അത് നെല്ല് പൊന്നാ, അതെടുക്കരുത്. പുറകിലിറങ്ങി ചെയ്യുന്നത് വയലിടും ഇതേ ഓടുന്നു. പ്രാർത്ഥിക്കാനാ ഷാമീനെ പാത്തിക്കടാ. ഉണ്ണികൃഷ്ണൻ പ്രാർത്ഥിക്ക്. നമ്മുടെ പുറത്ത് അടുപ്പിൽ ഉപ്പുമാവ് ഉണ്ടാക്കുക കേട്ടോ. രാവിലെ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കുവാണേ. റവ വറുത്തുകൊണ്ടിരിക്കുക. ചോറിനമ്മ നേരത്തെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടു. ചോറൊക്കെ തിളച്ചു. വലിയ കലത്തിലാണ് കേട്ടോ. സാധാരണ നമ്മളിവിടെ പണിക്കാരൊക്കെയുള്ള സമയത്ത് വെക്കുന്നൊരു കലവാട്ടോ ഇത്. വേണ്ടി വരും. പിന്നെ ഇന്ന് ചേച്ചിമാർ ആരൊക്കെ വരുന്നൊന്നും അറിയില്ല. ഞാൻ വലിയ കലത്തിൽ ചോറ് വെക്കുന്നുണ്ട്. താഴ്ന്ന വല്യമ്മയൊക്കെ ഉണ്ട് കേട്ടോ. റവയൊന്ന് വറുത്തെടുക്കട്ടെ ആദ്യം. ഞാൻ കഴിഞ്ഞിട്ട് അമ്മൂമ്മക്ക് ഒരുമത, തപ്പു. അമ്മൂമ്മക്ക് ഒരുമത. താങ്ക് യു. തന്റെ മുഖം നോക്ക്. താങ്ക് യു. ഉമ്മയില്ല അച്ഛൻ. ഓ മൈ ഗോഡ്, നിങ്ങളുടെ വീട്ടിലുള്ള
ഇതൊക്കെ പൈസക്കാരാ? നോക്കട്ടെ നോക്കട്ടെ എത്ര ഉണ്ട് പൈസ എങ്ങനെയെങ്കിലും ഇത്രയും പൈസ ഉണ്ടാവില്ല കേട്ടോ. അപ്പനടുത്ത് മേളിൽ വരും. ഓടിക്കണ്ണ കരയിക്കാതെ പാവം. നോക്കട്ടെ നോക്കട്ടെ മാമന് ഒന്ന്. നമ്മുടെ വീട്ടിൽ സാമ്പാറും അവിയലും ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ചോറും ആവുന്നുണ്ട്. വേറെ ഒന്നും വെക്കുന്നില്ല കേട്ടോ. താഴെ വെല്ലുമ്മയുടെ അവിടെ ബാക്കി വെക്കുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെ വെല്ലുമ്മ വെക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഇല്ല. ചേച്ചിമാരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഇതാ വെല്ലുമ്മ ഇവിടെ പായസം അടുപ്പത്താക്കിട്ടോ, ചേർത്തിട്ടില്ല. അത് അട വേവിച്ച് കുറച്ച് ശർക്കരയൊക്കെ ഉരുക്കി ഒഴിച്ചിട്ടുള്ളൂ. അത് അടപ്രഥമൻ എങ്ങനെ വെക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെങ്ങനെ മമ്മി വേവിക്കുന്നത്? മമ്മി അടയൊക്കെ വേവിച്ചിട്ട് പായസം വെച്ചാൽ മമ്മി പറഞ്ഞത് അട ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ട് രണ്ടാം പാലിലൊന്നിട്ട് ഒന്നും കൂടി ഇട്ട് അട വേവിച്ച് അതിലോട്ട് പിന്നെ ശർക്കര ഒഴിക്കല്ലോ മമ്മി ചെയ്തേ. ശർക്കര ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേ? ഇടാൻ പോവാ? ഏലക്കും ചുക്കൊക്കെ മമ്മി പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇടുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ അത് അടയും ചൗവരിയും ഉണ്ട് കേട്ടോ. അവലും ഉണ്ടോ? ഓ ശരി ശരി. അപ്പോൾ ഇച്ചിരി വെള്ളമായിട്ട് വെക്കണം, അല്ലെങ്കിൽ കുറുകൂലേ. വെല്ലുമ്മയുടെ വീട്ടിലത്തെ അടുപ്പ് ഇതാണ് കേട്ടോ. പുറത്ത് ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. അത്യാവശ്യം വേണ്ടതൊക്കെ ഉള്ളിൽ ചെയ്യും. പിന്നെ ചോറ് വെള്ളം എന്തെങ്കിലുമൊക്കെ കുറച്ചധികം വെക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം പുറത്ത് അടുപ്പിലായിട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് വിട്ടിട്ട് നല്ല ഫ്രീ ആയിട്ടുള്ളൊരു അടുപ്പ്. എല്ലാ ഭാഗവും തുറന്നു കിടക്കുക. നിന്ന് ചെയ്യണം, ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ചധികം നേരം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്. പായസം ഇവിടെ ഇരുന്നാവട്ടെ. നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടെ അവിയലും സാമ്പാറും എന്തായി നോക്കാം. സദ്യയൊക്കെ തയ്യാറായിട്ടുണ്ട്. സദ്യ വിളമ്പാനായിട്ട് പോവാണ് കേട്ടോ. പപ്പടം, ഇഞ്ചിപ്പുളി, മാങ്ങാച്ചാർ, പയറുതോരൻ, പച്ചടി, ഉള്ളിത്തീയൽ, പിന്നെ കിച്ചടി, എന്തൊക്കെയോ കുറേ കറികളൊക്കെ ഉണ്ട്. പരിപ്പും ചോറും സാമ്പാറും എല്ലാം ഉണ്ട് കേട്ടോ. മോരും. ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കണം വിചാരിച്ച് കുഞ്ഞതിനിടയിൽ കൂടെ വഴക്കുണ്ടാക്കിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സദ്യ കഴിക്കാൻ നേരത്തെ ജസ്റ്റ് ഇങ്ങനെ ഒന്നും എടുക്കാനേ പറ്റുള്ളൂ. എനിക്കത് 2 റൗണ്ട് ഇട്ടു. അപ്പുറത്തോട്ട് കൊടുത്തു. ഇലയിൽ കഴിക്കാനായി സദ്യയൊക്കെ വിളമ്പി കഴിക്കാനായിട്ട് എല്ലാം റെഡിയായിരുന്നു. നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താട്ടോ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചത്. അമ്മയച്ഛൻ വരാനായിട്ട് റെഡി ആകുമായിരുന്നു. അപ്പോൾ എന്തോ അച്ഛയ്ക്കെന്തോ ബുദ്ധിമുട്ട് വന്നു, തലകറക്കാണ്, വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. ഉണ്ണിയേട്ടൻ കഴിച്ചില്ലായിരുന്നു. ഉണ്ണിയേട്ടൻ അങ്ങനെ പോയി. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അച്ഛയ്ക്ക് എന്തോ ചൂടിൻ്റെ ആണോ എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം BP ഭയങ്കര വേരിയേഷൻ, BP നല്ലോണം കുറഞ്ഞു പോയി. പിന്നെ ഭയങ്കര ക്ഷീണം, ഒരുമാതിരി തൊണ്ടയൊക്കെ വരണ്ട് വരിക, തളർച്ച, തലകറക്കുക. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിട്ട് പിന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ സമയം അത്യാവശ്യം വൈകി. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയതുമില്ല. കുഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കുഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ആൾക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങ് മാറി. പക്ഷേ ഇപ്പോൾ ആൾക്ക് എന്താ വെച്ചാൽ ഭയങ്കര വാശിയും കരച്ചിലും, ഒന്നിനും സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ ഇൻഫെക്ഷൻ്റേതായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമ്മുടെ വിഷു ഈ വർഷത്തെ ഇങ്ങനെയായി. ഇപ്പോൾ ഇനി പോവല്ലേ, നാളെ നമ്മൾ ഊട്ടിക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഇരുന്നിരുന്നത്. എങ്ങനെയാവും എന്നുള്ള അറിയില്ല കേട്ടോ. 2 പേർക്കും വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അച്ഛൻ ഇപ്പോൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്. കുഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് തുടങ്ങിയില്ല. അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ യാത്രയും കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞിനും യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് രാത്രി വരെ നോക്കിയിട്ട് ആൾ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ മാത്രമേ നാളെ നമ്മൾ ട്രിപ്പ് പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം നമുക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം വരണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വരുന്ന പോലെ നമ്മൾ വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടൻറ്റൊക്കെ കുറവായിരിക്കും. പറ്റുകയാണെങ്കിൽ നാളെ ഊട്ടിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പം നമ്മളിതാ എന്തായാലും ഊട്ടിക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമായി. ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ. രാവിലെ റെഡിയായി. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ 6 മണിയായിട്ട് സമയം വൈകിട്ടുണ്ട്. മഞ്ചൂർ വഴി പോകാൻ അത് നടക്കും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നമ്മൾ സാധാ പോകണ പോലെ വേറൊരു വഴിയുണ്ട്, അതിൽ കൂടെ ആട്ടോ പോവുക. കുഞ്ഞ് എഴുന്നേറ്റിട്ട് പല്ല് തേക്കാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ല, കുളിപ്പിക്കാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ല കേട്ടോ. കരച്ചില. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റിൻ്റെ ഒരു കരച്ചിലായിട്ടാണ് തോന്നിയത്. ചായ മാത്രം കുടിച്ചു. അപ്പോൾ പോണ വഴിക്ക് എപ്പോഴേലും കഴിക്കാൻ കൊടുക്കണതിന് മുന്നേ ആയിട്ട് പല്ലൊക്കെ തേപ്പിച്ചൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അതേപോലെ തന്നെ എടുത്തേക്കും കേട്ടോ. ഒരു ഭയങ്കര ഉറക്കം ശരിയാവാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങുവാണേ.
മഞ്ചൂർ വഴി ഊട്ടിക്കൊരു യാത്ര അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് പോകുന്നത്. അവിടെ ഉത്സവം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിൽ കയറ്റി വിടുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഇതിൽ വിടാത്ത. റോഡിനൊക്കെ നല്ല വീതി കുറവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. പണ്ടൊക്കെ ഒരുപാട് പേര് ഇതിലേ വരുമായിരുന്നു. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ വിടാത്തതുകൊണ്ട് വരാനായിട്ട് പറ്റില്ല കേട്ടോ. എന്തൊക്കെയോ ഫോറസ്റ്റിനുള്ളിൽ കയറി വരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വിടണില്ല. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ താഴെ നിൽക്കുന്നോളും. ദദ്ദു അവിടെ ഉണ്ട് പൊന്നെ ദദ്ദു. അയ്യോ അതെന്തിനാ എഴുന്നേക്ക് ബാ. ദദ്ദു അവിടെ കളിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി നമ്മുടെ മഞ്ചൂർ ചുരം കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. മഞ്ചൂർ എന്ന് പറയുന്നത് നീലഗിരിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. നീലഗിരിയിൽ നിന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഫോറസ്റ്റിലാണ്. അധികം നേരം നിൽക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് ജീവികളുടെ കരച്ചിൽ കേൾക്കാവേ. ഒരുപാട് നാളായിട്ട് അമ്മയും പറയട്ടെ ഇവിടെ അമ്പലത്തിൽ വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാട്ടോ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. എന്നാൽ അമ്പലത്തിലും കയറി നമുക്ക് അങ്ങനെ പോകാമെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങളുടെ പ്ലാനൊക്കെ ചേഞ്ചായി. ഞങ്ങൾ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് നേരെ അങ്ങനെ ഊട്ടിയിലോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഊട്ടിയിലോട്ട് പോവാം. നമ്മൾ വരുന്ന വഴിക്ക് കാണുന്നത് ഡാമാണ് കേട്ടോ. പറയുന്ന ഡാം യുദ്ധയിൽ നിന്നാണ് സ്ഥലത്തിന് പറയുന്ന പേര്. ഡാമിനെന്താ പേരൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും അടച്ചു കഴിച്ചാണ് മുകളിലോട്ട് കുറേ പൈപ്പ് ലൈൻ മുകളിലോട്ട് ആ മലയുടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. എങ്ങോട്ടേ വെള്ളം പോകുന്നതിന് കറക്റ്റ് എങ്ങോട്ടാ കൊണ്ടേണ്ട പോകണമെന്ന് അറിയോ? അത് പവർ ഹൗസ് എന്തോ ആണ്. അപ്പുറത്തെ പില്ലൂർ ഡാമില്ലേ, പില്ലൂർ ഡാമിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇവിടെ പവർ ജനറേറ്റ് ചെയ്യാം. ഓ ശരി, പില്ലൂർ ഡാം, ഒരു പില്ലൂർ എന്ന് ഡാമുണ്ട് കേട്ടോ. ആ ഡാമിൻ്റെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ കേട്ടോ, പവർ ജനറേറ്റ് ചെയ്യാനായിട്ട്. വലിയൊരു പവർ ഹൗസ് ആണ് ഇത്. ശരിക്കും പവർ ഹൗസ് ആണ്, ഗദ്ദൈ പവർ ഹൗസ് അങ്ങനെ എന്താണ് പേര്. അധികമുള്ള വെള്ളം വിടൂല്ലേ? അധികമുള്ള വെള്ളം വിടും. ഡാം പോലെ ഷട്ടറൊക്കെ ഉണ്ടല്ലോ. വരുന്ന വഴിക്ക് കണ്ടാണ് കുറേ മലകളും കുറേ ചീടിൻ്റെ കരച്ചിലും അതിൻ്റെ ഇടയിലൊരു പവർ ഹൗസ്. ഡാം പോലെ ഉണ്ട് കാണുന്നത്. വെള്ളമൊന്നുമില്ല, രസം കിട്ടും നമുക്ക് സ്ഥലം. വലിയ പൈപ്പ് ലൈനോട് ദൂരം അറിയാം മുകളിലോട്ട് കയറി പോകുന്നത്. പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഊട്ടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ആകെ ഹണിമൂണൊന്ന് പോയിരിക്കുന്നത് ഊട്ടിയിലോട്ടാണ്. വൺ ഡേ ട്രിപ്പായിരുന്നു. ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ വന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. ഊട്ടി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ വന്നുകൊണ്ടാണെന്ന് എനിക്കാണ് സത്യം പറഞ്ഞാൽ ഊട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ വന്നുകൊണ്ടായിരിക്കാം ഇത് ഒന്ന് കണ്ടുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഊട്ടി എന്താണെന്നുള്ളൊരു ധാരണയുണ്ട്. അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അന്ന് നമ്മൾ ഈ മഞ്ചൂർ വഴി തന്നെയാണ് പോയത്. അയ്യോ നല്ല റോഡിലാണല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് പവർ ഹൗസ് കണ്ടില്ലേ? പവർ ഹൗസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് ആ മലയുടെ മുകളിൽ നിന്ന് കുറേ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. ഒരു 5 പൈപ്പ് ലൈൻ വരുന്നുണ്ട്. അവിടുന്ന് അപ്പുറത്തുനിന്ന് പുല്ലൂർ ഡാമിൽ നിന്ന് ആ വരുന്ന വെള്ളം ഈ പൈപ്പ് ലൈനിൽ കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പവർ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വേസ്റ്റ് വെള്ളമാണ് ഇപ്പോൾ ഈ ഒഴുകി പോകണം. നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല സൗണ്ടാണ്, ഒരുമാതിരി ഉളുമ്പ് മണമുണ്ട് കേട്ടോ. പവർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയാന്ന് തോന്നുന്നു. മൈക്ക് ഞാൻ തരില്ല, എടുക്കാൻ നോക്കണ്ട. ഏതാണ്? കാനഡ പവർ ഹൗസ് എന്നാട്ടോ ഈ പവർ ഹൗസിൻ്റെ പേര്. ചിലപ്പം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ വല്ലതും തുടങ്ങിയതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് വരില്ലല്ലോ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ. ഇത്രയും വേനലുള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല വെള്ളം ഒഴുകണത്. അപ്പോൾ നല്ല വെള്ളമുള്ള നല്ല മഴ സമയത്തൊക്കെ എന്ത് വെള്ളമായിരിക്കും അല്ലേ? അത്യാവശ്യം നല്ല വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ. താഴെ വെള്ളവും കെട്ടി കിടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ. ഇത് എന്തോ ഇവിടെ കെട്ടിയേക്കുന്നതാണ് കേട്ടോ. അത് എന്താ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല, അല്ലാതെ ഉള്ളിലോട്ട് കയറി പോകാനുള്ളൊരു വഴി പോലൊരു സ്ഥലം കണ്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു വെള്ളവും വരുന്നുണ്ട് കേട്ടോ. അത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല. അത് ആ വെള്ളം ഒഴുകി നല്ലൊരു ഒരു മഞ്ഞ പാട് കണ്ടോ. അത് ആ ഉള്ളിൽ നിന്ന് വരുന്നതാണേ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് പണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. കാരണം എന്തോ ഒരു അപകടത്തിൽ, എന്ത് അപകടമാണെന്ന് കറക്റ്റ് അറിയില്ല. മണ്ണിടിഞ്ഞിട്ടാണോ തീ പിടിച്ചിട്ടാണോ എന്നറിയില്ല. ഒരു 100 പേരടുത്ത് ഒരു 100 പേരുടെ അടുത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടേക്കുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് അപകടം എങ്ങനെ നടന്നതെന്നും അറിയില്ല കേട്ടോ. നമ്മളീ പോണ വഴിയുടെ സൈഡിൽ തന്നെയുള്ളൊരു പാലമാണ്. പാലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ വെള്ളച്ചാട്ടം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 100 പേര് മുകളിൽ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതൊരു ഉരുളുപൊട്ടലോ മണ്ണിടിച്ചിലോ കണ്ട് കാരണമായിരുന്നു കേട്ടോ. ഈ ഭാഗത്തായിട്ടായിരുന്നു അവരുടെ ഒരു പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടെ, സ്മാരകം പോലെ. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ചേട്ടനായിട്ട് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയണമെന്ന് തോന്നണേ. പിന്നെ ആ ചേട്ടന് തിരക്കിലാണ്. അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഞങ്ങൾ കടയിൽ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബാക്കിലായിട്ട് കാണുന്ന ഒരു ഭാഗത്ത് അപ്പോൾ നമ്മളിവിടെ പവർ സ്റ്റേഷനൊക്കെ കണ്ടല്ലോ. ബ്രിട്ടീഷുകാരെ കണ്ട്
തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് മുതലേ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ഫുള്ള് മലയല്ലേ, ബാക്കിൽ നല്ല കുത്തുമലയാണ്. ആ മലയിൽ നിന്ന് അങ്ങനെ ഇടിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കാരണമായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. 90-ലായിട്ട് നടന്നിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് നടന്നിട്ട്. 100-ലേറെ പേര് പോയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ വീടുകൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. വീടുകൾ ഇങ്ങനെ ഉരുൾപൊട്ടലായിരിക്കാം, ഇത്രയും വലിയ മലയാകുമ്പോഴേ അങ്ങനെ ഉരുൾപൊട്ടി വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് അങ്ങനെ പോയിരിക്കുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ അതിങ്ങനെ ഒഴുകിപ്പോയിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇപ്പുറത്തേക്ക് കാണുന്ന ഈ ഒരു ചാല് പോലെ വലിയൊരു ഒടവ് പോലെ കാണുന്ന ആ ഭാഗമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. കാടൊക്കെ വളർന്നു കഴിയുമ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇത്ര പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ കേട്ടോ. അതും അവരുടെ സ്മാരകമായിട്ട് ഇത് അവിടെ വെച്ചിട്ടുമുണ്ട്. എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ട്, എല്ലാം തമിഴിലാട്ടോ എഴുതിയേക്കുന്നത്. താഴെയും തമിഴിൽ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് വായിച്ചു നോക്കാനായിട്ട് പറ്റും. ഇവിടെ തമിഴ് വായിക്കാനറിയോ? താഴെ നോക്ക്. നമ്മളിവിടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ 1000 പേരിൽ മുകളിൽ ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇവിടുത്തെ തമിഴ്നാടിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്തവരുടെ പേര് മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാവരുടെയും അവിടെ മരിച്ച എല്ലാവരുടെയും പേരൊന്നും ഇല്ലയെന്നാട്ടോ പറഞ്ഞത്. ഒരുപാട് പേര് മരിച്ച വലിയൊരു അപകടമായിരുന്നു എന്നാട്ടോ ആ ചേട്ടൻ പറഞ്ഞിരുന്നത് നമ്മളടുത്ത്. നമ്മൾ നിൽക്കുന്നത് 12ാമത്തെ ഹെയർ പിന്നിലാണ്. താഴെ നോക്കിയപ്പോൾ അതാ ഭംഗി തോന്നി. മുകളിലോട്ട് വരുന്തോറും നല്ല ഹൈറ്റിലോട്ട് വരുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. നമ്മൾ അവിടെ താഴെ നിന്ന് കണ്ട വീടുകളും കുറേ വീടുകളൊക്കെ കണ്ടിപ്പോൾ കുറേ അടുത്തുനിന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓരോ വളവ് കഴിയുമ്പോഴും ഇത്രാമത്തെ ഹെയർ പിന്നെത്തി, ഇത്രാമത്തെ ഹെയർ പിന്നെത്തി ഇതിങ്ങനെ കാണാം. ഇവിടുന്ന് കുറച്ചുകൂടെ വൈഡായിട്ട് ഒരുപാട് മലകൾ കാണാനായിട്ട് നല്ലൊരു വ്യൂ ആട്ടോ. ഇവിടെ വെയിലായി പോയി, കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ സെറ്റായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 43 ഹെയർ പിൻ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ. അതിൽ 23ാമത്തെ ഹെയർ പിന്നിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പിന്നായിട്ടോ. നല്ല വ്യൂ ആയിട്ട് ഇവിടെ നോക്കുമ്പോൾ കുറേ മലകളൊക്കെ കാണാം. കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് ഇപ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയത്താട്ടോ നമ്മളിവിടെ എത്തിയത്. നല്ല ഒരുപാട് മലകളും പിന്നെ ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് മലയുടെ തുഞ്ചത്ത് കുറച്ച് വീടുകളൊക്കെ കാണാനായിട്ട് പറ്റുമേ. ഇതൊക്കെയാണ് നീലഗിരി ഭാഗങ്ങളെ. അമ്മ ഈ മഞ്ചൂർ നീലഗിരിയിലമ്മ പണ്ട് ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയൊക്കെ അവിടെ പണ്ട് കട നടത്തിയിട്ടുണ്ടായിരുന്നു നീലഗിരിയിൽ. ഇപ്പം നമ്മൾ മഞ്ചൂർ ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് കയറി. രാവിലെ തനുക്കുഞ്ഞൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ കരിക്കൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കത്തി എടുത്തിട്ട് വന്ന് കരിക്ക് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയത്തില്ല. കുഞ്ഞിനും ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കണമെല്ലാം തോന്നുന്നു. ഇപ്പോൾ തന്നെ വേഗം കൊണ്ടു തന്നിട്ടുണ്ട്. ചൂടൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. വിശന്നിരിക്കുന്നവർക്ക് എന്ത് കിട്ടിയാലും വിശപ്പും അറിയാൻ മതിയല്ലോ. നമ്മൾ പോകുന്ന വഴിയില്ലേ, ഇതൊക്കെ പണ്ട് നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അട്ടപ്പാടി വഴി ഒരുപാട് പേര് ഊട്ടിയിലോട്ട് കയറി വരുമായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഈ മലയൊക്കെ കാണാനായിട്ട് പറ്റുമല്ലോ. പിന്നെ ഒരുപാട് പേര് വരുമായിരുന്നു കേട്ടോ. അല്ലാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അങ്ങനെ നോർമലായിട്ടുള്ള വഴികളൊക്കെയാണ്. അതിനെക്കാട്ടിലും എല്ലാവരും വരുന്നത് ഈ ഒരു വഴിയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഈ മഞ്ചൂർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മലകൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് പിന്നെ നമ്മുടെ ആ ഫോറസ്റ്റിൽ കൂടെ കയറ്റി വിടാണ്ടായപ്പോഴത്തേക്കും എല്ലാ സ്ഥലങ്ങളും ഒരുപാട് കടകൾ അടച്ചു പോയി. നമ്മുടെ റോഡ് നന്നാക്കി നല്ല സെറ്റ് റോഡൊക്കെ ആക്കിയതായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു റോഡാണത്, പക്ഷെ സെറ്റ് റോഡാക്കിയതായിരുന്നു. ആ റോഡൊക്കെ ഇപ്പോൾ വെറുതെ കിടക്കുകയാണ്. പക്ഷെ നല്ല റോഡ് ഇനിയിപ്പോൾ തുറക്കാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇതിൽ കടത്തി വിടാത്തത്. നല്ല ചൂട് ദോശ കിട്ടി കേട്ടോ. ചമ്മന്തി, സാമ്പാർ, വെള്ള ചമ്മന്തി, പിന്നെ ചമ്മന്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. നല്ലൊരു കൂളിംഗ് ആയിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. നല്ല വെയിലുണ്ട്. എന്നാൽ ഫാനൊന്നും വേണ്ട, നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ തണുപ്പും. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ചൂട് ദോശയും ചൂട് ചായയൊക്കെയാണ് പറഞ്ഞത്. കാപ്പിയാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ഞിന് ദോശയും സാമ്പാറും കൊടുത്ത് കുഞ്ഞ് കഴിക്കുന്നുണ്ട്. അവരെ
നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ അട്ടപ്പാടി എന്നൊക്കെ നോക്കുമ്പോൾ ദൂരെ ഒരു നീല കളർ മല കാണാനായിട്ട് പറ്റും കേട്ടോ. അതാണ് നീലഗിരി. നീലഗിരിയിൽ ഉള്ള സ്ഥലമായിട്ട് മഞ്ചൂരിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴോട്ട് ഒരുപാട് താഴ്വാരങ്ങളും മലകളും പിന്നെ ഒരുപാട് നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റും. താഴെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ തേയില ഫാക്ടറികളൊക്കെ ഉണ്ട്. ഇവിടെ ഊട്ടിയിലോട്ട് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കണ്ടു പോകാനായിട്ട് അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിനി നേരെ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. അവിടെ നിർത്താം. ഇവരൊക്കെ വീട്ടിലെത്തിട്ട് വന്നാൽ മതിയായിരുന്നു. നമുക്ക് ഒരു വണ്ടിക്ക് വന്നാൽ മതിയായിരുന്നു. പൈൻ ഫോറസ്റ്റിലോട്ട് വന്നു കേട്ടോ. കുറേ ദൂരം കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ നമ്മൾ ലേക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വഴി കൂടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു വഴി കൂടെ കയറി ഇപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിൽ വന്നു. കുറച്ച് ചോളവും കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടായിട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ ഫുഡ് വേറെ കഴിക്കാൻ ഇവിടെ ഹോട്ടലില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നല്ല തണുപ്പായിട്ട് ഒരു രക്ഷയില്ല. എവിടെ നിന്നോ ഒരു കാറ്റ് വരുന്നുണ്ട് ആ സൈഡിൽ നിന്നാണേ. നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്ത കാറ്റ് ഇപ്പോൾ അടിക്കുന്നുണ്ട്. നല്ല തണുപ്പും തോന്നുന്നുണ്ട്. പക്ഷെ വരുന്ന സമയത്തൊക്കെ ഒരു പാകത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഇവിടെ അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ. രണ്ടുപേരും നല്ല കളിയാണ്. ഞങ്ങൾ കുറച്ച് ചൂട് ചോളമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം തനുവിന് കടിക്കാൻ കൊടുക്കടാ. അങ്ങനെയും കടിക്കാൻ കൊടുക്കണേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. നല്ല തണുത്ത് ചുണ്ടൊക്കെ മരയ്ക്കാൻ തുടങ്ങി തണുത്തിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. കുറച്ച് കടലയൊക്കെ വാങ്ങി അവിടെ കുറച്ച് നേരം പോയി ചൂടൊക്കെ കൊണ്ടുവന്നേ. പിന്നെ ചേട്ടന്മാരവിടെ കടല വിൽക്കുന്ന ചേട്ടന്മാർ വെള്ളം എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിർത്തിയിട്ട് പോയി. ഞാൻ നന്നായിട്ട് അവിടെ തീയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നിന്നു കേട്ടോ. നമ്മളിനി തിരിച്ച് പോവുകയാണേ. പിള്ളേരുടെയൊക്കെ പോലെ ഒരുമാതിരിയായിട്ടാണ് വണ്ടി കിടന്ന് ഉരുണ്ട് പേരണ്ട് നേരെ താഴോട്ട് നടന്ന് പോവാണേ. നമുക്കിനി അടുത്തത് എങ്ങോട്ട് പോകാൻ നോക്കാട്ടോ. പോണ വഴിക്ക് ലേക്കാണ്. ഇനി ലേക്കിൽ തിരിച്ചു പോകണം തോന്നുന്നു. നോക്കട്ടെ. നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ് ഈ അടുത്ത് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാട്ടോ പോകുന്നത്. അത് നല്ല അടുപ്പം അവിടെ എത്തുമ്പോൾ കുറച്ച് വെയിലുള്ള സ്ഥലത്തോട്ട് പോയിരിക്കണം. ബാമ. അപ്പോൾ നമ്മളിങ്ങനെ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നല്ല മുട്ടക്കുന്ന്, പച്ചപ്പൊന്നുമില്ല, എല്ലാം ഉണങ്ങി നിൽക്കുന്ന സമയമാണ് കേട്ടോ. നല്ല ഉണങ്ങിയ സമയം. ഇനി മുകളിലോട്ട് കയറി പോകണം. ഒരു സൈഡിൽ നിന്ന് തണുപ്പ്, ഒരു സൈഡിൽ നിന്ന് വെയിൽ. പക്ഷേ രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ വെയിലിങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. തനുക്കുഞ്ഞ് കിടന്നുറങ്ങി. യാമി ഇതാദ്യം നടപ്പുണ്ട്. അവരൊക്കെ മുകളിലോട്ട് എത്തിയിട്ടോ. ശ്രീകുട്ടി, അണ്ണൻ, പിന്നെ അച്ഛനമ്മമാർ എല്ലാവരും മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മളും കൂടി ഒളിഞ്ഞ് മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി മുകളിലോട്ട് പോകാൻ കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പം സ്കൂൾ അടുത്ത സമയം കൂടെ അല്ലേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാൽ വലിയ ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടിയിലോട്ട് പോകാൻ നോക്കണ്ട, ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും, നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവും, ഇന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകനാണോ? മുഖ്യമന്ത്രിയുടെ മകൻ. അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ എന്തായാലും വന്ന സ്ഥിതിക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. പക്ഷേ നോർമലായിട്ട് ഉണ്ടാവണ ആ ഒരു ട്രാഫിക്കൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും ഇത്തിരി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ റൂട്ട് മാറ്റിയിട്ടൊക്കെ അങ്ങ് പോന്നു. ഇനി വെള്ളമൊന്നും എടുത്തില്ല. നേരത്തെ പോയ സ്ഥലത്ത് നമ്മൾ സഞ്ചിയൊക്കെ ആയിട്ടായിരുന്നു വെള്ളവും സാധനങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിനി മുകളിൽ പോയിട്ട് നോക്കട്ടെ. വെള്ളമൊക്കെ എന്തായാലും ദാഹിക്കും. മുകളിൽ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കുറച്ച് വെയിലും കൂടെ പോകുകയാണെന്ന സമയത്ത്
നല്ല രസമായിരിക്കും കേട്ടോ. കുറച്ചും കൂടെ തണുപ്പും വലിയ വെയിലിൻ്റെ കുത്തലില്ലാതെ അടിപൊളിയായിരിക്കും. ഇന്ന് മുകളിലോട്ട് പോട്ടെ. നമ്മൾ ഈ മല കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. ആൾക്ക് ഉറക്കം ശരിയായില്ല, ഉറങ്ങിയതായിരുന്നു. അപ്പോൾ അതിന് നല്ല കരച്ചിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് കരയായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല, അവിടെ നേരെ പോന്നു. നമ്മൾ കാറിൽ കയറിയിരുന്നു. അപ്പോൾ എല്ലാവരും പോയി ചായ കുടിച്ചിട്ട് വന്നു കേട്ടോ. നമ്മൾ ചായ കുടിച്ചില്ലായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പോയി കഴിക്കാം. കുഞ്ഞിനും ഇനി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം എന്തായാലും പോയി കഴിക്കാനും കൂടെ കൊടുക്കാമെന്ന് വെച്ച് നമ്മളിവിടെ നേരെ പോയി ഫുഡ് കഴിക്കാനായിട്ടാണ് പോയേ. കുഞ്ഞൊരു വഴക്കൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഒരു ഗോലി സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നു. മലയിൽ നിന്നൊക്കെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അതേ നേരം നിന്നില്ല. അവിടെ നേരെ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് അതേ നേരം നിൽക്കാതെ വരുന്ന വഴിക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡും കൂടെ വാങ്ങിക്കൊടുത്തു കേട്ടോ. കഴിക്കും കൂടെ ചെയ്തു. ഫ്രൈഡ് റൈസ്, നാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നും എല്ലാവരും കഴിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ ആയിട്ട് കഴിച്ചു. ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നാട്ടോ. ഞാൻ അതേ നേരം നിൽക്കുന്നില്ല. ഞങ്ങൾ വേഗം തന്നെ പോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. നമ്മളിനി വീട്ടിൽ ചെന്ന് എല്ലാവർക്കും നാളെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തൊരു ഊട്ടി ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനിപ്പോൾ വേഗം കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് പറ്റണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയും അമ്മമാരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കും കൂടെ ഇനി താഴോട്ട് പോകാം. സ്വെറ്ററൊക്കെ കുറച്ച് നല്ല ഉണ്ടെങ്കിൽ തനുവിന് വാങ്ങണമെന്ന് കേട്ടോ. എല്ലാം കുഞ്ഞിൻ്റെ ചെറുതായി പോയിട്ടുണ്ട്. നോക്കിയിട്ട് എടുക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഷർട്ട് മാത്രം ഇട്ടിട്ട് എനിക്ക് തണുത്തിട്ട് ഞങ്ങളിങ്ങനെ നേരെ താഴോട്ട് പോവുകയാണേ. വണ്ടി വരും നോക്കണം. ആവശ്യം മേടിക്കില്ല, കഴിച്ച ആവശ്യം പോയിട്ട് ഷർട്ടിനോടെ കേട്ടോ. അപ്പുറത്ത് പോയി അത് കണ്ടാൽ അച്ഛന്മാരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ബാഗ് നോക്കിയിട്ടോ. നല്ല റേറ്റ് കുറവുണ്ടായിരുന്നേ. സ്വെറ്ററും കൂടെ നോക്കാമെന്ന് വെച്ചാൽ നല്ല ഒരു റേറ്റ് 150 രൂപയ്ക്ക് കേട്ടോ ഇതിന് കൊടുത്തിരിക്കണേ. എന്തായാലും ഒന്ന് നോക്കി നോക്കാം. നമുക്ക് സ്വെറ്റർ വാങ്ങുകയാണെന്ന് എങ്ങനെ പോയി 400 രൂപയൊക്കെ വരാറുണ്ട്. പെൺകുട്ടി 4 വയസ്സ് പെൺകുട്ടി. ക്യാപ്പുള്ള ടൈപ്പ് ചേരിംഗ് ക്രോസ് കോംപ്ലക്സ് ബൊട്ടാണിക്കൽ ഗാർഡൻ റോഡ്. ഇത് നല്ല സ്വെറ്റർ. ബ്ലാക്ക് കളർ ഇരിക്കാ. നല്ല മെറ്റീരിയലുള്ള 2-3 പാൻറ് എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിന് വേണ്ടി. ലൂസായിരിക്കും ആൾക്ക്, പക്ഷെ നല്ല മെറ്റീരിയൽ, ഒരു കാലത്തും പോവാത്ത പോലത്തെ, വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയലുള്ള കുറച്ച് ഡ്രസ്സുകൾ, പാൻറ്റുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ബ്ലാങ്കറ്റ് കണ്ടോ, ഇതൊരു 3 കിലോളം വരും കേട്ടോ. ഇത് വെയ്റ്റിനനുസരിച്ചാണ്. 1 കിലോയ്ക്ക് 500 രൂപ വെച്ചിട്ട് ഒരു 1500 രൂപയുടെ അടുത്ത് വരും. പക്ഷെ നല്ല സോഫ്റ്റ്, നല്ല മെറ്റീരിയൽ. നമ്മൾ സാധാരണ ഈ കമ്പിളിക്കാരൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. അത് വേഗം ഇങ്ങനെ ചുരുണ്ട് പോകില്ലേ, ഇത് അങ്ങനത്തെ അല്ല. നല്ലൊരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാങ്കറ്റാണ്. അതിൻ്റെ ഒരുപാട് കളറും ഉണ്ട്. ബെഡ്ഷീറ്റാ? AC ബ്ലാങ്കറ്റ് തണുപ്പിന് വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ്. അമ്മ ഇത് നമുക്ക് എടുക്കാം. അമ്മ ഇത് നോക്കി നമുക്ക്. അമ്മ പുതപ്പ്, അമ്മ പുതയ്ക്കുന്ന ആ ടൈപ്പ് കട്ടി ഉണ്ടാവില്ല എന്ന് പുതയ്ക്കാൻ നല്ല സുഖമുള്ള. ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചേക്കും കേട്ടോ. ആകെ ഞങ്ങൾ വാങ്ങിയത് അമ്മ അച്ഛയൊക്കെ പള്ളിയറത്തെ അമ്മയും കാരത്തെ അമ്മയും വല്യമ്മമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്. മൂകാംബികയിൽ പോകുന്നുണ്ട് കേട്ടോ. 2-3 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ബാഗ് അങ്ങനെ അത് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പേർക്കും ഓരോ ബാഗ് വെച്ച് വാങ്ങി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അമ്മയ്ക്ക് വാങ്ങിയിട്ടില്ല, അവർ പഞ്ചാബിലാണ്. അവിടെ ആവശ്യത്തിന് സ്വെറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ. തനുവിന് വേണമായിരുന്നു. തനുവിനുള്ളതൊക്കെ ചെറുതായി പോയാണ്. തനുവിന് വാങ്ങി. പിന്നെ ഉണ്ണിയാടിന് 2 ട്രാക്ക് പാൻറ്റ്, പിന്നെ കുട്ടികൾക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ. അത് നല്ല മെറ്റീരിയലിൻ്റെ കിട്ടിയോണ്ട് വാങ്ങിയതാട്ടോ. അങ്ങനെ കിട്ടാറില്ല കൂടുതൽ. ഈ ബനിയൻ ക്ലോത്തിൻ്റെ എവിടെയെങ്കിലും പോയി ചെളിയായി ഭയങ്കരമായിട്ട് കഴുകിയാലും വൃത്തിയാവില്ലാത്ത ഒരു മോഡൽ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, 100 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ മെറ്റീരിയൽ ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ മെറ്റീരിയൽ മാക്സിമം നമ്മൾ എടുക്കാറില്ല. അണനെത്തി അപ്പോൾ പകരം ഞങ്ങൾ നല്ല മെറ്റീരിയൽ കിട്ടിയപ്പോൾ അത് വാങ്ങിട്ടോ. അപ്പം അങ്ങനെ പട്ടാളക്കാരനാ വഴി തെറ്റിപ്പോയി. ഒരു വിധത്തിൽ എങ്ങനെയോ എത്തിയിട്ടുണ്ട് ഇപ്പോൾ.
അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതായത് അണ്ണൻ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ണൻ എതിലെയോ പോയി, എവിടെ പോയൊന്നും കണ്ടില്ല. ഞങ്ങൾ കുറേ നേരം ചായ കുടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തിരിച്ച് വരാനായിട്ട്. ഇതിപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ആ സാധനങ്ങളൊക്കെ മിഠായി, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ 2-3 സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. വിഷു നമ്മുടെ വലിയ കാര്യമായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാനോ പറ്റില്ല. കുഞ്ഞാണ് നല്ല ബുദ്ധിമുട്ടായിരുന്നു, വാശിയും വഴക്കും എന്തൊക്കെയോ വയ്യായികയൊക്കെ ആയിരുന്നു. അച്ഛയ്ക്ക് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അച്ഛയ്ക്കും വയ്യായിക, അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അപ്പോൾ പക്ഷേ അതിനും കൂടെ നമ്മുടെ ഊട്ടി ട്രിപ്പ് അടിച്ച് പൊളിച്ചു കേട്ടോ. നമ്മൾ ഈ ഒരു മഞ്ചൂർ വഴി വരാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചല്ല. അത്ര അടിപൊളിയായിട്ട് ഈ മഞ്ചൂർ വഴിയുള്ള ഒരു യാത്ര അത്ര നമുക്കൊരു എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ കാണാനേക്കാട്ടിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും മലയൊക്കെ കാണാനായിട്ട് പറ്റും. മഞ്ചൂർ വഴി വരുമ്പോൾ ഭയങ്കര നമ്മൾ വരുന്ന സമയത്ത് കാട്ടുപോത്ത് ആനയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് മാത്രം കണ്ടില്ല, ബാക്കിയുള്ളവരൊക്കെ കണ്ടു. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു. വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ മഞ്ചൂർ വഴി വരുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ വരാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു വർഷത്തിൽ ഈ ഒരു ഉത്സവ സീസണിൽ ഒരാഴ്ച മാത്രമേ ആ ഒരു വഴി തുറക്കുള്ളൂ. അത് അമ്പലത്തിലോട്ട് വരുന്നവർക്ക് മാത്രമേ, അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. സീസണല്ല, ഉത്സവം നടക്കുന്ന സമയത്ത്. ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊന്ന് പോയിട്ടാട്ടോ വന്നത്. വീഡിയോ ഒന്നും എടുത്തില്ല, വേഗം പോയിട്ട് വന്നു. കുട്ടികളൊക്കെ പിന്നെ ഉറക്കം വരണവരൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വേഗം പോയിട്ട് വരിക ചെയ്തേ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ മഞ്ചൂർ വഴിയുള്ളൊരു യാത്ര. പിന്നെ നമ്മൾ ഊട്ടിയിലും നന്നായിട്ട് അടിച്ചു പൊളിച്ചു. കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഓടിക്കളിച്ച് അടിപൊളിയായിട്ട് നല്ല സെറ്റായാലും. ഇപ്പം നമ്മൾ ഇനി തിരിച്ച് പോകുമ്പോൾ മഞ്ചൂർ വഴി പോകാൻ പറ്റില്ല, അടയ്ക്കും. അത് ഭയങ്കര ഫോറസ്റ്റാണ്, ഭയങ്കര മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളിനി നോർമലായിട്ട് പോകണം, വഴി കൂടെ ആട്ടോ പോകുന്നത്. ഇപ്പോൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട് തണുപ്പത്ത്, ചായ കുടിച്ച് എല്ലാവരും ഒരു ഉറക്ക ക്ഷീണത്തിൽ മടുത്തുന്നത് നടന്ന് എല്ലാവരും ഇരിക്കുവാണ്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.